കാസാക്കാരനുള്ള മറുപടിയാണ്. കാസാക്കാരന്റെ ലെവലിൽ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡോട് കൂടിയാ മറുപടി പറയാം. യേശുക്രിസ്തു ആരെന്ന് രാഹുൽ ആരെയും പഠിപ്പിക്കേണ്ടതില്ല. യേശുക്രിസ്തു ആരാണെന്ന് യൂദാസ്വാദികളും ഗോഡ്സേവാദികളും അറിയണം. അതുകൊണ്ട് അവരെ പഠിപ്പിക്കുക തന്നെ ചെയ്യും. അതായത് ദിവ്യ അയ്യർ എന്ന് പറയുന്ന നല്ല ഇന്റലക്ച്വലായ സാഹിത്യത്തിൽ ആഴമേറിയ താല്പര്യമുള്ള വ്യക്തി പറഞ്ഞത് മനസ്സിലാക്കാനുള്ള സ്റ്റാൻഡേർഡ് നിങ്ങൾക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതായത് യേശുക്രിസ്തു എല്ലാവരിലുമുള്ള ചൈതന്യമാണ്. എല്ലാ നാട്ടുകാരും യേശുക്രിസ്തുവിൽ തങ്ങളെ കാണുന്നു, യേശുക്രിസ്തുവിനെ തങ്ങളിൽ കാണുന്നു എന്ന അർത്ഥത്തിൽ കറുത്തവനിലും സ്ത്രീയിലും ഇറ്റലിക്കാരനിലും കാലിഫോർണിയക്കാരനിലും എല്ലാം യേശുക്രിസ്തു ഉണ്ട് എന്നൊരു കവിത ദിവ്യായസയർ പറഞ്ഞതിനെ അടക്കം അവരെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. IAS കാരെയും ഡോക്ടറും ഒന്നും പറഞ്ഞത് മനസ്സിലാക്കാനുള്ള നിലവാരവും ലെവലും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങളുടെ നിലവാരത്തിൽ ഇറങ്ങി മറുപടി പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ എന്തറിയോ, യേശുക്രിസ്തുവിന്റെ ഒക്കെ കാര്യമുണ്ട്. ഞാൻ ഫ്രണ്ട് ഇരിക്കുന്നത് ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും ഒക്കെയാണ്. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ചിത്രങ്ങളുടെ ഫ്രണ്ട് ഇരുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു മടിയുണ്ട്. നീ ആദ്യം ഈന്തപ്പഴത്തിന്റെ കുരു തുപ്പിക്കളഞ്ഞിട്ട്, അതായത് എന്നൊക്കെയാ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ പറയാം, മറ്റേ വെളിച്ചെണ്ണയും ഗോഡ്സേയും വെച്ചൊരു സാധനം പറയാം. അപ്പൊ അതൊന്നും ഞാൻ പറയണില്ല. അത് നിങ്ങളോട് അതാണ് പറയേണ്ടത്. പക്ഷെ അത് പറയുന്നില്ല. സ്വന്തം സമുദായത്തിന് പാര പണിയുന്ന നിങ്ങളാണ്. അതായത് യൂദാസിന്റെ പ്രവൃത്തി എടുത്ത് ക്രിസ്ത്യൻ സമൂഹത്തെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് അടിയറ വെക്കുന്ന പണി നിങ്ങളെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പരിപാടി എന്താണെന്നൊക്കെ അറിയാം. ഇതിൽ കോമാളിക്കുപ്പായ എന്നൊക്കെ പറഞ്ഞുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ട് കെവിൻ പീറ്ററോടും ഗാസയോടും അത് പറയുന്നില്ല. അതെന്താ നിങ്ങൾ ഉദ്ദേശിക്കാം. ഇനി ഞാൻ ആദ്യം വിചാരിച്ചു എങ്ങനെ ഇതിന് മറുപടി പറയണം. അടുപ്പിച്ച് മറുപടി പറയണോ? ഒന്നും വേണ്ട. എനിക്കത് സന്തോഷം തോന്നി. എന്ത് നമ്മുടെ നാടിന്റെ നന്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുൽ ഈശ്വർ എന്ന ഹിന്ദുവായ വ്യക്തിയെ, ഒരു ഹിന്ദു ആക്ടിവിസ്റ്റിനെ കാസ എന്ന തീവ്ര ക്രിസംഗി സംഘടന കുറ്റം പറയും. താഴെ ക്രിസ്ത്യാനികൾ കാസയെ പഞ്ഞിക്കിടും. അതാണ് നമ്മുടെ നാടിന്റെ നന്മ. താഴെയുള്ള കമന്റുകളിൽ ചിലത് ഞാൻ വായിക്കാം. ഇത് കാസയുടെ പേജിൽ തന്നെയുള്ള കമന്റുകളിൽ ചിലതാണ്. ജെസി ജോൺ പറയുന്നു, ഈ കാസ എന്താ ഇങ്ങനെ? ആദ്യമൊക്കെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ആരായാലും ശരി പറയുന്നത് അംഗീകരിക്കണം. രാഹുൽ ഈശ്വർ പറയുന്നതിൽ എന്താണ് തെറ്റ്? കാസയിൽ ധാർഷ്ട്യം കാണിക്കുന്നവർ കയറി പറ്റിയിട്ടുണ്ട്. അവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. 2, ഷാജു ജോസഫ് പറയുന്നു, കാസാക്കാരന് കെവിൻ പീറ്ററിന് വർഗീയത മൂത്ത് ചെകുത്താൻ കയറി. കാസാക്കാരന് കെവിൻ പീറ്ററിന് വർഗീയത മൂത്ത് ചെകുത്താൻ കയറി. രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരി. യേശുക്രിസ്തു എല്ലാവരുടേതുമാണ് എന്ന അർത്ഥത്തിലുള്ള കവിതയാണ് IAS വനിത ആലപിച്ചത്. യേശുക്രിസ്തുവിനെ സംരക്ഷിക്കാൻ കാസക്കാരന്റെ വർഗീയ ഭ്രാന്തിന്റെ ആവശ്യമില്ല. യേശുക്രിസ്തു വർഗീയവാദി അല്ല. താഴെ ബിബിൻ തോമസ് കാസയെ ഒരു ചീത്ത പേര് വിളിച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത ബെന്നി ലിൻസി എഴുതിയിരിക്കുന്നു, ശബരിമലയിൽ യുവതികൾക്ക് കയറാമെന്ന സുപ്രീം കോടതി വിധിയിൽ സന്തോഷിച്ചിരിക്കുമ്പോഴായിരുന്നു ഇയാളെ ഞാൻ ആദ്യമായി അറിയുന്നത്, കേൾക്കുന്നത്. എന്നെ, രാഹുൽ ഈശ്വറിനെ. ഏത് കോടതി പറഞ്ഞാലും യുവതികളെ ഒരിക്കലും കയറ്റില്ല എന്ന് നിലപാടെടുത്ത അയാളെ അന്ന് വെറുത്തിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് രാഷ്ട്രീയ മത ജാതി വർഗീയ നിറ ലിംഗ വ്യത്യാസം ഇല്ലാതെയാണ് ഈ രാഹുൽ നിലപാടുകൾ ഈയിടെ രാഹുൽ നിലപാടുകൾ എടുക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് നമ്മൾ അദ്ദേഹം മരിച്ച ശേഷമാണ് ആദരവ് കൊടുത്തു ശുദ്ധനാക്കിയത്. നാം അദ്ദേഹവും സരിതയും തമ്മിലുള്ള CD-ക്കായി പരതി നടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച രാഹുൽ ദിലീപിനും വേണ്ടി എന്നും അയാൾ നിന്നു. തെളിവില്ലാത്തടത്തോളം ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞു. മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ, ബാലേന്ദ്ര മേനോൻ ഇവർക്കെതിരെ ഒരു ഡാഷ് സ്ത്രീയെ മോശമാക്കി പറയുന്ന ഒരു സാധനം പറഞ്ഞപ്പോൾ പോലും ഇയാൾ മാത്രം ചങ്കൂറ്റത്തോടെ അവർക്കെതിരെ പറഞ്ഞു. ഇന്ന് അവൾ ജയിലിലും സരിത മോശമായി കിടക്കുന്നു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കാനും രാഹുൽ ഈശ്വർ മാത്രം. ഈശ്വർ എന്ന പദത്തിന് എന്തുകൊണ്ടും അവകാശിയാണ് അയാൾ ഇന്നെനിക്ക്. ബെന്നി ലിൻസി, വളരെ നന്ദി. ഞാൻ സാധാരണ ഒരു ദൈവവിശ്വാസിയാണ്. എന്താ പറയണേ, പരബ്രഹ്മത്തിൽ ഈ ക്രിസ്ത്യാനികൾ യാഹുവേ എന്ന് വിളിക്കുന്ന, യഹോവ എന്ന് വിളിക്കുന്ന, മുസ്ലിങ്ങൾ അല്ലാഹു എന്ന് വിളിക്കുന്ന, ഞങ്ങൾ ഹിന്ദുക്കൾ പരബ്രഹ്മം എന്ന് വിളിക്കുന്ന, ബുദ്ധിസ്റ്റുകൾ ധമ്മ എന്ന് വിളിക്കുന്ന, പരമമായ തത്വത്തിന്റെ വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന, ദൈവമെന്നും കർത്താവെന്നും പടച്ചവനെന്നും സർവശക്തനെന്നും ഒക്കെ വിളിക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെയും മഹാത്മാഗാന്ധിയുടെയും പാതയിൽ പോകുന്ന ഒരു സാധാരണക്കാരൻ. സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും മുന്നോട്ട് വെച്ച നിലപാടുകളിൽ പാതയിൽ പോകുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. അടുത്തത് ജെ ജോസഫ് ഒറ്റക്കൽ പറയുന്നു, കാസക്കാർക്ക് ഇവിടെ തെറ്റുപറ്റി. ഇനി ആരും കാണാതെ ചുമ്മാ ഉരുളാതെ എണീറ്റ് പോകാൻ നോക്കുക. യേശുവിനെ തീർച്ചയായിട്ടും പുകഴ്ത്തി പാടുന്ന ഒരു കവിതയാണ് ഈ കാണുന്നത്. അവരാണ് ഈ ഇംഗ്ലീഷ് തർജ്ജിമ ചെയ്തതെന്ന് മാത്രം. അവർ ഈ ഇംഗ്ലീഷ് കവിത തർജ്ജിമ ചെയ്തു എന്ന് മാത്രം. അടുത്തത് ജോളി ജോസഫ് പുതുപ്പറമ്പൻ കാസ വെറുതെ കാണുന്ന വള്ളിയെല്ലാം പിടിക്കുന്ന നയം ഉപേക്ഷിക്കണം. രാഹുൽ ഈശ്വർ പറഞ്ഞത് വ്യക്തമായി കേൾക്കുക.
ക്രിസ്തുവിനെ അവരവരുടെ രീതിയിൽ കാണുന്നത് സഭ അംഗീകരിക്കുന്നു. ആഫ്രിക്കയിൽ ചെന്നാൽ കാണുന്ന കറുത്ത യേശുവും പപ്പുവ ന്യൂഗിനിയയിൽ ചെന്നാൽ കാണുന്ന ട്രൈബൽ യേശുവും ഭാവനകൾ മാത്രമാണെന്നുള്ള തത്വം കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്നതാണ്. കാര്യങ്ങൾ കുറച്ചുകൂടെ പഠിച്ച ശേഷം ഉന്നയിക്കുക, കാടടച്ച് വെടിവെക്കാതിരിക്കുക. നല്ലൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. പോപ്പ് ജോൺ പോൾ II, എക്കലീഷ്യ ഇൻ ആഫ്രിക്ക, 1995. ആഫ്രിക്കൻ കലാരൂപങ്ങളിൽ യേശുവിനെ അവതരിപ്പിക്കുന്നതിനെ സഭ അനുകൂലമായി അംഗീകരിച്ചു. പോപ്പ് പോൾ VI ഇൻകൾച്ചറേഷൻ എന്ന ആശയം വിശദീകരിച്ചു. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ ഇവരിതൊന്ന് പറഞ്ഞാൽ മതി, ഇത്തരം കാര്യങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ തീവ്ര ഹിന്ദുത്വവാദികള് കാരണമാണ് ഞങ്ങളുടെ സമുദായത്തിന് ഇത്രയും ദോഷം ഉണ്ടായത്. താഴെ പലരും ചോദിച്ചിട്ടുണ്ട് കാസയ്ക്ക് യേശു ആരാണെന്ന് അറിയാമോ എന്ന്. അപ്പോ യഥാർത്ഥത്തിൽ താഴെ രാഹുൽ പറയുന്നതിൽ എന്താണ് തെറ്റ്? താഴെ തോമസ് ജോസഫ് എഴുതിയിരുന്നു, ആദ്യം ഈ കാസ ആരാണ്? ക്രിസ്ത്യാനികളെ 30 വെള്ളിക്കാശിന് യേശുവിനെ ജൂദാസ് ഒറ്റിക്കൊടുത്തതുപോലെ അവരുടെ ഉന്മൂലനാശികളിൽ നിന്ന് ഡാഷ് 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 വാങ്ങി ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് എന്നാണ് അറിവ്. അതുകൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കാനും സ്ഥാനമാനങ്ങൾ നേടാനുമായി. എന്നിട്ട് താഴെ ജോളി ഫിലിപ്പ് എഴുതിയിരിക്കുന്നു, രാഹുലിനെ പഠിപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾ പഠിക്കണം. കാസക്കാരൻ മനസ്സിലാകേണ്ടത് യേശു ക്രിസ്തുവിനെ എനിക്കറിയാം, അങ്ങനെ ഏറ്റവും വലിയ ക്രിസ്തുമാർഗിയായ മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ആ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയുടെ പാത പിന്തുടരുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഇതിനർത്ഥം BJP കാരെല്ലാം ഗോഡ്സെ ആണെന്നൊന്നുമല്ല. BJP തന്നെ മതസൗഹാർദ്ദവാദികളായ ശ്രീധരൻപിള്ള സാറിനെ പോലുള്ള ആൾക്കാരുണ്ട്, കുമ്മനം രാജശേഖരനെ പോലുള്ള ആൾക്കാരുണ്ട്, ശ്രീ സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് വിഭിന്നമായി അവരുടെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് എന്താ പറയണേ, കലാപം ഉണ്ടാക്കാൻ വെടിമരുന്നിട്ട് കൊടുക്കുന്നവരാണ് നിങ്ങൾ. ചീഞ്ഞളിഞ്ഞ ഇസ്ലാമോഫോബിയ കൊണ്ട്, മുസ്ലിം വിരോധം കൊണ്ട് സമൂഹത്തിൽ വിഷം വിതറുന്നവരാണ് നിങ്ങൾ. അപ്പോ എനിക്ക് യേശു ക്രിസ്തുവിനെ അറിയാം. യേശു ക്രിസ്തുവിനെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ആ നന്മയുടെ പാതയിൽ പോകുന്നത്, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഗാന്ധിജിയുടെയും പാതയിൽ പോകുന്നത്. ഏറ്റവും നല്ല ക്രിസ്ത്യാനി, അങ്ങനെ ഏറ്റവും നല്ല ക്രിസ്തുമാർഗി നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധിയായിരുന്നു. ക്രിസ്തുവിന്റെ പാതയിൽ സഞ്ചരിച്ചത് അത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല. സ്റ്റാൻലി ജോൺസ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ പ്രഭാഷകരിൽ ഒരാൾ, ടൈം മാഗസീൻ ഏറ്റവും വലിയ ക്രിസ്തീയ പ്രഭാഷകൻ എന്ന് വിളിച്ച സ്റ്റാൻലി ജോൺസ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാജഡി നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മരണമാണെന്നാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പാതയിൽ പോകുന്ന, ഗാന്ധിജിയുടെ പാതയിൽ പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ തിരിച്ചു പറയാത്ത. ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി കടുപ്പത്തിൽ എനിക്ക് പറയാൻ അറിയില്ലേ. കാസയില് ആരാണ് അങ്ങനെ തിരിച്ചു പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. വേണമെങ്കിൽ നമുക്ക് പൊതുസംവാദങ്ങൾ അടക്കം ചെയ്തു നോക്കാം. പക്ഷെ അങ്ങനെ അതല്ല അതിന്റെ പാത. നന്മയുടെ പാതയാണ്, സാഹോദര്യത്തിന്റെ പാതയാണ് യേശു ക്രിസ്തുവിന്റെ പാത. ആ യേശു ക്രിസ്തുവിന്റെ പാത റോമൻസ് മനോഹരമായൊരു വരി തന്നെയുണ്ട് ആ റോമൻസിൽ. അതായത് നെഗറ്റീവ് പോസിറ്റീവ് കൊണ്ട് എതിർക്കണം. ആ പോസിറ്റീവ് കൊണ്ട് എതിർക്കുകയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് കൊണ്ട് അതിന് പ്രതികരിക്കുകയാണ്. ഇനി 2 സാബു ജേക്കബ്, ഇതും കൂടെ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. ഇതെല്ലാം കാസയുടെ പേജിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. സാബു ജേക്കബ് ടു CM ഈ ഭാഷ കാസ എന്ന സംഘടനയ്ക്ക് യോജിച്ചതല്ല. 2 രാഹുൽ എന്നും ക്രൈസ്തവ സ്നേഹിയാണ്, തികഞ്ഞ മതേതരവാദിയാണ്, മതസൗഹാർദ്ദവാദിയാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. രാഹുൽ ഒരു തീവ്രവാദിയോട്, അതായത് ക്രിസ്തു ചരിത്ര പുരുഷനാണ് എന്ന് വാദിക്കുന്ന വൈറൽ വീഡിയോ ആണ്. ബൈബിളിൽ നല്ല അറിവുള്ള ഒരാൾ കൂടിയാണ്, വലിയ അറിവൊന്നുമില്ല, പരിശുദ്ധമായ ബൈബിൾ പഠിച്ച് മനസ്സിലാക്കാൻ എന്നാൽ കഴിയുന്ന വിധം ശ്രമിച്ചിട്ടുള്ളതാണ്. അയാളുടെ വീട്ടിലാണ്, അതായത് എൻ്റെ വീട്ടിലാണ് ഏറ്റവും വലിയ ക്രിസ്തുവിന്റെ ചിത്രമാണ്, ക്രിസ്തുവിന്റെ ഫേസ് വാൾ പെയിന്റിങ് കറക്റ്റാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ രാഹുൽ മാന്യനാണ്, അയാളെ ആക്ഷേപത്തിനോട് യോജിക്കുന്നില്ല. വാസ്തവത്തിൽ അയാൾ ഒരു ഹിന്ദു ഓർത്തഡോക്സ് ആകേണ്ടതാണ്. കാര്യം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിന്റെ കാര്യം ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ സമുദായത്തിന് പറ്റിയ തെറ്റാണ്. ഇനി കാസയോട് സമന്വയത്തിന്റെ ഭാഷയെ സംസാരിക്കാം. അതായത് ഞങ്ങളുടെ സമുദായത്തിൽ പറ്റുന്നതാണ് ഈ തീവ്ര ഗോഡ്സേവാദികൾക്ക് ഞങ്ങളുടെ സമുദായത്തിന്റെ നന്മയും മറ്റും എല്ലാം ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അതായത് നിങ്ങൾ അറിയണം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും കൂടെ അറിയണം, അയ്യപ്പൻ എന്ന് പറയുന്ന ഞങ്ങൾ ദൈവമായി കരുതുന്ന അവതാര പുരുഷനായ അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നും മുസ്ലിമായ വാവരാണ്, ക്രിസ്ത്യാനിയായ വെളുത്തയാണ്. ഈ വാവരെയും വെളുത്തയും പോലും തള്ളിപ്പറയുന്നവരാണ് തീവ്ര ഹിന്ദുത്വവാദികളും ഗോഡ്സേവാദികളും. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ശ്രീധരൻപിള്ള സാർ അങ്ങനെയല്ല, കുമ്മനം ചേട്ടൻ അങ്ങനെയല്ല, സുരേഷ് ഗോപി അങ്ങനെയല്ല. അതുകൊണ്ട് BJP പറയുകയല്ല, പകരം ഈ തീവ്ര ഹിന്ദുത്വമുണ്ട്. അതേപോലെ ആ തീവ്ര ഹിന്ദുത്വത്തിനും തീവ്രവാദ ആശയങ്ങൾക്കും ക്രിസ്ത്യൻ സമൂഹം നിങ്ങളുടെ ഉള്ളില് സ്പേസ് കൊടുക്കരുത്. അത് അപകടകരമാണ്. ഞങ്ങൾ അതിന്റെ ദുഷ്ഫലങ്ങൾ ഇപ്പൊ അനുഭവിക്കുകയാണ്.
നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കാവരുത്. ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും സ്റ്റാൻഡേർഡുള്ള, നമ്മളെല്ലാം നയിക്കുന്ന, ഞാൻ ചാവരപിതാവിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ നവോത്ഥാന നായകന്മാരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സംസ്കൃത സ്കൂള്, നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഒരുപാട് സാമൂഹിക മേഖലകളിൽ മുമ്പോട്ട് കൊണ്ടുവന്ന ചാവരപിതാവും ക്രിസ്ത്യൻ സമൂഹവും എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആൾക്കാരുമാണ്. നിങ്ങൾ ഈ തീവ്ര ക്രിസ്ത്യൻ ഹിന്ദുത്വവാദം അല്ലെങ്കിൽ തീവ്ര ക്രിസംഗിവാദത്തിന് അടിപ്പെടരുത്. നല്ല RSSകാരുണ്ട്, നല്ല BJPക്കാരുണ്ട്, അവരോട് നിങ്ങൾ ചേരുക. ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരുണ്ട്, ബാക്കി ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ തീവ്ര ഹിന്ദുത്വവാദത്തിന്റെ ലൈനിലേക്ക് പോകരുത്, ഇസ്ലാമോഫോബിയയുടെ ലൈനിലേക്ക് പോകരുത്. അത് യേശു ക്രിസ്തുവിന് വിരുദ്ധമാണ്, കർത്താവിന് വിരുദ്ധമാണ്. ആ തിരിച്ചറിവ് കാസയ്ക്ക് ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ പാതയിൽ, മഹാത്മാഗാന്ധിയുടെ പാതയിൽ പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ജയ് ഹിന്ദ്.